നമസ്കാരം. ഞാനിന്ന് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് സ്കൂളൊക്കെ തുറക്കാറായല്ലോ. എല്ലാ കുട്ടികൾക്കും സ്കൂൾ ബാഗിൻ്റെ കൂടെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് പെൻസിൽ പൗച്ച്. നമുക്ക് വീട്ടിലിരിക്കുന്നവർക്കൊക്കെ തയ്യൽക്കാരല്ലെങ്കിൽ തന്നെ അവർക്കൊക്കെ ഈസി ആയിട്ട് മെഷീനിലേക്ക് കൂടി ചെയ്തെടുക്കാവുന്നതാണ് പെൻസിൽ പൗച്ച്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 11-10 നീളം വീതിയുള്ള ഒരു തുണി കഷ്ണമാണ്. അതിനോടൊപ്പം തന്നെ ലൈനിങ്ങോ അല്ലെങ്കിൽ ക്യാൻവാസ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഉള്ളിൽ നല്ല ബലമൊക്കെ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് ആയാലും കുഴപ്പമില്ല. പിന്നെ തുണി കൊണ്ട് തയ്ക്കുന്നതായതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞ് മുഷിഞ്ഞാലൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കിയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഒരേ വലിപ്പത്തിൽ തുണിയുടെ പീസും ക്യാൻവാസും അതിൻ്റെ 4 മൂലയും നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. 4 ഭാഗവും ഒന്ന് നല്ലോണം തയ്ച്ചെടുക്കാം. ചേർത്ത് തന്നെ തയ്ക്കാൻ കുഴപ്പമില്ല. നമുക്കിതിലേക്ക് വേണ്ടതൊരു സിബ്ബാണ്. അതിൻ്റെ കളറിന് മാച്ചാകുന്ന ഒരു സിബ്ബായാലും നല്ലത്. സിബ്ബ് നമുക്ക് പിടിപ്പിക്കാം. നല്ല വശം വെച്ചതിന് ശേഷം സിബ്ബ് കമത്തി വെച്ച് അതിലേക്ക് അടിച്ച് ചേർക്കാം. ആ ഭാഗം തന്നെ തിരിച്ച് വെച്ചിട്ട് സിബിൻ്റെ നല്ല ഭാഗവും ഒന്ന് തയ്ക്കും. അതുപോലെ തന്നെ സിബ് ഈ ഭാഗത്തും പിടിപ്പിക്കാം. അത് നമുക്ക് തിരിച്ച് വെച്ച് തയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും മിക്കവാറും. അപ്പോൾ നമ്മളതിലൂടെ ഒന്നും കൂടി ഒന്ന് റീസ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതിനുശേഷം രണ്ട് ഭാഗവും നമുക്ക് നല്ലോണം ചേർത്ത് തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ മടക്കിയിട്ട് ഒപ്പമില്ലാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തയ്യത്തുമ്പോൾ തീരെ ചേർന്ന് പോകരുത്, കുറച്ച് അകത്തിടണം. കാരണം ഒന്നാമത് കുട്ടികളാണ് അധികം ഉപയോഗിക്കുന്നത്. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് വലിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ തീരെ ചേർന്ന് വരാതെ ഇരിക്കാൻ പാകത്തിന് ചെയ്യുക.
ഈ സൈഡ് അടിക്കുമ്പോൾ ഇത്തിരി ലേശം തുറന്നിട്ടതിന് ശേഷം അടിക്കുക. കാരണം ഇവിടെ ഓപ്പൺ അല്ലെങ്കിൽ പിന്നെ നമുക്ക് തുറക്കാൻ പറ്റാണ്ട് വരും.